ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നിങ്ങൾ ഈ വീഡിയോകളിൽ പറയുന്ന ഡെയിലി യൂസ് സെന്റൻസസ് എത്രത്തോളം മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രയ്ക്ക് നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഫോർമൽ ഗ്രാമർ മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഫ്ലുവന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണമെന്നില്ല. ബേസിക് ഗ്രാമറിന്റെ കൂടെ ഇംഗ്ലീഷിൽ വാക്കുകളും ശൈലികളും പ്രയോഗങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നതാണ് എളുപ്പവഴി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നീ എത്ര സമയമെടുക്കും? നീ എത്ര സമയമെടുക്കും? ഹൗ ലോങ് വിൽ യു ടേക്ക്? ഹൗ ലോങ് വിൽ യു ടേക്ക്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോങ് എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം നീളം എന്നതാണ്. അപ്പോൾ ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നീളം എന്നല്ല, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സമയത്തെയാണ്. ഹൗ ലോങ് വിൽ യു ടേക്ക്? നീ എത്ര സമയമെടുക്കും? നീ എത്ര സമയമാണ് എടുക്കാൻ പോകുന്നത്? നീ എത്ര സമയമാണ് എടുക്കാൻ പോകുന്നത്? How long are you going to take? How long are you going to take? Going to take, എടുക്കുവാൻ പോകുന്നത്. നിനക്ക് എത്ര സമയം വേണം? നിനക്ക് എത്ര സമയം വേണം? How long do you need? How long do you need? ഇനിയിപ്പോൾ ഇതിനെ തന്നെ വളരെ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് ബേസിക് ആയിട്ട് പറയണമെങ്കിൽ how much time do you need? How long എന്നതിനെ how much time do you need? അങ്ങനെയും വേണമെങ്കിൽ പറയാം. നീ എന്തുകൊണ്ടാണ് ഇത്ര സമയമെടുക്കുന്നത്? നീ എന്തുകൊണ്ടാണ് ഇത്ര സമയമെടുക്കുന്നത്? Why are you taking so long? Why are you taking so long? So long ഇവിടെ സമയമാണ് പറയുന്നത്. Why are you taking so long? അപ്പൊ ഇത്ര സമയം എന്താണ് എടുക്കുന്നത്? ഇതിനെ നമുക്ക് why are you taking so much time അങ്ങനെയും ചോദിക്കാം. So longന് പകരം so much time. Why are you taking so much time? ഇത്ര സമയം നീ എന്തിനാണ് എടുക്കുന്നത്? എന്റെ മുഖത്ത് നോക്കി അവൻ നുണ പറഞ്ഞു. എന്റെ മുഖത്ത് നോക്കി അവൻ നുണ പറഞ്ഞു. He lied to my face. He lied to my face. നുണ എന്ന് പറയുമ്പോൾ lie, L-I-E. നുണ പറഞ്ഞു, അതായത് past tense. Lied, L-I-E-D. അപ്പോ എന്റെ മുഖത്ത് നോക്കി അവൻ നുണ പറഞ്ഞു എന്നതിനെ he lied looking at my face അങ്ങനെയല്ല പറയേണ്ടത്. He lied to my face. To my face എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കി നുണ പറഞ്ഞു. എനിക്കിപ്പോ ഓർമ്മയില്ല, അത് കുറെ വർഷങ്ങൾ മുൻപ് നടന്നതാണ്. എനിക്കിപ്പോ ഓർമ്മയില്ല, അത് വളരെ വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. I don't remember now. It happened many years ago. I don't remember now. എനിക്കത് ഓർമ്മയില്ല ഇപ്പോ. It happened many years ago. അത് നടന്നത് many years ago ആണ്, കുറെ വർഷങ്ങൾക്ക് മുൻപാണ്. അവനെ കാത്തുനിന്ന് നിന്റെ സമയം പാഴാക്കേണ്ട. അവനെ കാത്തുനിന്ന് നിന്റെ സമയം പാഴാക്കേണ്ട. Don't waste your time waiting for him. Don't waste your time waiting for him. അപ്പോൾ don't waste your time പറഞ്ഞാൽ നിന്റെ സമയം വേസ്റ്റ് ചെയ്യരുണ്ട, പാഴാക്കേണ്ട. വെയിറ്റിംഗ് ഫോർ ഹിം, അവന് വേണ്ടി കാത്തു നിന്നുകൊണ്ട് നിന്റെ സമയം പാഴാക്കേണ്ട. ഞാൻ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാം. ഞാൻ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാം. I will show them the way. I'll show them the way. Show them, അവർക്ക് കാണിച്ചു കൊടുക്കാം. The way, വഴി. നീ എന്തിനെയാണ് അല്ലെങ്കിൽ നീ എന്താ തിരക്കുന്നത്? നീ എന്തിനെയാണ് തിരക്കുന്നത്? What are you looking for? What are you looking for? Looking for ഒരു കാര്യത്തിന് വേണ്ടി തിരയുക. തിരയുക പറഞ്ഞാൽ സെർച്ച് അല്ല, തിരക്കുക. What are you looking for? നീ ആരെയാണ് തിരക്കുന്നത്? നീ ആരെയാണ് തിരക്കുന്നത്? ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഹൂ ആണോ ഹൂം ആണോ ഉപയോഗിക്കേണ്ടതെന്ന്. ഹൂ ആർ യു ലുക്കിംഗ് ഫോർ അല്ലെങ്കിൽ ഹൂം ആർ യു ലുക്കിംഗ് ഫോർ, ഇതിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഗ്രാമറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിന്റെ വ്യത്യാസം പല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സബ്ജക്റ്റും ഓബ്ജക്റ്റും മനസ്സിലാക്കണം. ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണോ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണോ എന്നറിയണം. ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് ആൻഡ് സബ്ജക്റ്റീവ് പ്രോനൗൺസ് അതേക്കുറിച്ച് പഠിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഓർത്തെടുത്ത് നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കുമ്പോഴേക്കും ആ ഒരു കോണ്ടെക്സ്റ്റ് തന്നെ മാറിയിരിക്കാം. പക്ഷെ ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ നമ്മൾ ഈ ചാനലിൽ കാഷ്വൽ ആയിട്ടും ഇൻഫോർമൽ ആയിട്ടുമുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസുകളാണ് പഠിക്കുന്നത്. അതിനാൽ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ പൊതുവെ നമ്മൾ ഹൂം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വളരെ വളരെ റെയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഹു ആർ യു ലുക്കിംഗ് ഫോർ എന്ന്
പറയുന്നതിൽ തെറ്റില്ല. ഇനി എക്സാക്റ്റ് ആയിട്ട് എപ്പോഴാണ് ഹൂം വേണ്ടത് ഹൂ വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഹി അല്ലെങ്കിൽ ഷീ എന്നാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മളാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹൂ മെയ്ഡ് ദിസ് കോഫി, അവിടെ നമ്മൾ ഹിം മെയ്ഡ് ദിസ് കോഫി എന്നല്ല പറയുക, അല്ലെങ്കിൽ ഹെർ മെയ്ഡ് ദിസ് കോഫി എന്ന് പറയില്ല. ഹി മെയ്ഡ് ദിസ് കോഫി അല്ലെങ്കിൽ ഷീ മെയ്ഡ് ദിസ് കോഫി. അപ്പോൾ ഇവിടെ ഹീയും ഷീയും വരാവുന്നതിനാൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോനൗൺ ഹൂ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഹൂം എന്നുപയോഗിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഹിം അല്ലെങ്കിൽ ഹെർ അല്ലെങ്കിൽ ദെം എക്സെട്ര ഇതാണ് വരിക. അല്ലാതെ അവിടെ ഹി, ഷീ, ദേ അങ്ങനെ വരില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നീ ആർക്കു വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്? ഹൂം ആർ യു വെയിറ്റിംഗ് ഫോർ? ഹൂം ആർ യു വെയിറ്റിംഗ് ഫോർ? ഇതിന്റെ ഉത്തരം ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം അല്ലെങ്കിൽ ഐ എം വെയിറ്റിംഗ് ഫോർ ഹെർ അല്ലെങ്കിൽ ഐ എം വെയിറ്റിംഗ് ഫോർ ദെം. അപ്പോൾ ഇവിടെ ഹൂം ഉപയോഗിക്കുന്നതാണ് ശരിയായ ഇംഗ്ലീഷ്. ഇതൊക്കെ പറഞ്ഞാൽ തന്നെ വളരെ വിഷ്വൽ സംഭാഷണങ്ങളിൽ നമുക്ക് ഹൂ ഉപയോഗിക്കാവുന്നതാണ്. ഹൂ ആർ യു വെയിറ്റിംഗ് ഫോർ? അതിന്റെ ഉത്തരം ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം എന്ന് പറയാം. ഇത് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭാഷണത്തിൽ നമുക്ക് ഇത്ര കണ്ട് ഹൂമിന്റെയും റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പുതുതായി എന്തൊക്കെയുണ്ട്? അതായത് പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? വാട്ട്സ് ന്യൂ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട്സ് ന്യൂ വിത്ത് യു അങ്ങനെയും ചോദിക്കാം. ഓക്കെ, വാട്ട്സ് ന്യൂ എന്താണ് പുതിയതായി എന്തൊക്കെയുണ്ട്? നിന്റെ ജോലി എങ്ങനെ പോകുന്നു? ഹൗസ് യുവർ വർക്ക് ഗോയിങ്? ഇതിനെ തന്നെ നമുക്ക് ചോദിക്കാം, ഹൗസ് വർക്ക്. അപ്പൊ ഹൗ ഇസ് യുവർ വർക്ക് ഗോയിങ് എന്നതിന് പകരം സിമ്പിൾ ആയിട്ട് ഹൗസ് വർക്ക് അല്ലെങ്കിൽ ഹൗസ് യുവർ വർക്ക്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.